പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ കരട് വിജ്ഞാപനത്തിൽ കേരളത്തിന് വീണ്ടും ആശങ്ക. കാർഷിക ജനവാസ മേഖലയെ ഒഴിവാക്കാതെയുള്ള കരട് വിജ്ഞാപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കൃഷിഭൂമി ഒഴിവാക്കി ESA പരിധി ചുരുക്കണമെന്ന കേരളത്തിന്റെ നിർദ്ദേശം പരിഗണിക്കാതെയാണ് പുതിയ കരട് വിജ്ഞാപനവും ഇറങ്ങിയിരിക്കുന്നത്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി പരിസ്ഥിതിലോല മേഖല സംബന്ധിച്ച വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനത്തിൽ സംസ്ഥാനത്തെ 131 വില്ലേജുകളിലായി 9,993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ESA പരിധിയിൽപ്പെടുന്നത്. ഇടുക്കി, വയനാട് ജില്ലകളിലെ 31 വില്ലേജുകളെ ഒഴിവാക്കണമെന്ന ആവശ്യം കരട് വിജ്ഞാപനത്തിൽ പരിഗണിച്ചിട്ടില്ല. ഇടുക്കിയിലും വയനാട്ടിലും ഏലം, കാപ്പി, തേയിലത്തോട്ടങ്ങൾ ഇപ്പോഴും ESA പരിധിയിലാണ്. കാർഷിക മേഖല ഉൾപ്പെടുന്ന വില്ലേജുകളാണ് പരിസ്ഥിതിലോല മേഖലയുടെ പരിധിയിൽ വരുന്നത്. ഇതാണ് പ്രധാന ആശങ്ക. ഇപ്പോഴും മലയോര ജനതയുടെ ആശങ്ക ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 123 വില്ലേജ് പ്രദേശത്ത് കേവലം 7200 സ്ക്വയർ കിലോമീറ്റർ വനമുള്ളൂ. ബാക്കി റവന്യൂ ഭൂമികളും കൃഷിയിടങ്ങളും പൊതു സമൂഹത്തിൻ്റെ ആകെ ഉപയോഗത്തിലുള്ള ഭൂമികളും ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ KML ഫയൽ പ്രസിദ്ധീകരിക്കാനും ഈ അതിരടയാളം ജിയോ കോർഡിനേറ്റ്സ് വെച്ച് ഉറപ്പാക്കുന്നതിന് ഗ്രാമസഭകൾ വിളിക്കാനും അതുവഴി ഉറപ്പാക്കി ഒരു അന്തിമ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് മാത്രമേ അന്തിമ വിജ്ഞാപനം ഇറക്കാവുള്ളൂ. കസ്തൂരിരംഗൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇറക്കിയ 7ാമത്തെ കരട് വിജ്ഞാപനത്തിലാണ് കേരളത്തിന് വീണ്ടും തിരിച്ചടി. ഒരു സെന്റ് ഭൂമി പോലും വനമില്ലാത്ത വെള്ളത്തൂൽ വില്ലേജും ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളതും പരിഗണിക്കണം. അപ്പോൾ അങ്ങനെയുള്ള വില്ലേജുകൾ 5 ഏക്കർ മാത്രം ESA ഉള്ള വില്ലേജുകൾ ഇതെല്ലാം ഇതിലേക്ക് കയറ്റിയിരിക്കുക. നമുക്ക് പരിശോധന എന്നുള്ളത് ഭൂമിയുടെ പരിശോധന ഗ്രൗണ്ട് റിയാലിറ്റി തന്നെയാണ് വരേണ്ടത്. അതിന് മുൻപ് സ്വീകരിച്ച ESZ ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിച്ച അതേ സമീപനം നമുക്ക് ഈ കാര്യത്തിലും ഉണ്ടാവണം. മുമ്പിറക്കിയ വിജ്ഞാപനത്തിലെ തിരുത്തൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതിയ വിജ്ഞാപനമുണ്ടായത്. എന്നാൽ അതിലും സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല. ഉപഗ്രഹ സർവേ, നേരിട്ടുള്ള പരിശോധന എന്നിവയ്ക്ക് ശേഷം സംസ്ഥാനത്തെ ESA പരിധി 8590.69 ചതുരശ്ര കിലോമീറ്റർ ആക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. എന്നാൽ കേന്ദ്രത്തിന്റെ വിദഗ്ധ സമിതി നേരിട്ടെത്തിയിട്ടും കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചിട്ടില്ല. സംസ്ഥാനത്തിന്റെ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി വീണ്ടും നൽകണമെന്നാണ് മലയോര ജനതയുടെ ആവശ്യം. അന്തിമ വിജ്ഞാപനത്തിൽ 31 വില്ലേജുകൾ ESA പരിധിയിൽ ഉൾപ്പെട്ടാൽ മലയോര മേഖലയിൽ വീണ്ടും പ്രതിഷേധമിരമ്പുമെന്ന് കർഷക സംഘടനകൾ ഉൾപ്പെടെ പറയുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.